മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലാക്കാൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആരാ? തൂലികാ സൗഹൃദത്തിൽ താല്പര്യമുണ്ടെന്ന് കാണിച്ച് നീളമുള്ളൊരു ലോങ് കവറിൽ എഴുതിയിരുന്നില്ലേ? അവന്മാര് പറഞ്ഞിരുന്നു. പക്ഷേ ശ്രേയല്ല, പി ശ്രേയ. ശ്രേയ എന്നത് എന്റെ തൂലിക നാമമാണ്. മൈ ഫുൾ നെയിം ഈസ് പി ശ്രേയംസ് കുമാർ MMLPS. ഈ MMLPS വല്ല ഡിഗ്രിയാ? അല്ല, മൂത്തകുന്നം മഹാത്മാ LPSലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിന്റെ അച്ഛൻ അല്ലേ? നിങ്ങക്ക് ആളെ മനസ്സിലായില്ലാന്ന് തോന്നുന്നു. കണ്ടിട്ട് നീയായിട്ട് നല്ല മുഖച്ചായുണ്ട്. നിന്റെ ചേട്ടനായിരിക്കും അല്ലേ? ഒരൊറ്റ കേറ്റു വെച്ചാണ്ടല്ലോ. ഞാൻ അന്നേ പറഞ്ഞത് ആ ഉടായിപ്പായിരിക്കും കേട്ടില്ല. എന്നിട്ട് ഇപ്പൊ അനുഭവിക്കേണ്ടി വന്ന ഞാനല്ലേ? നീയൊക്കെ കൂടെ തൂലികാ സൗഹൃദത്തിന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞൊരു ചരക്കിന് കത്തെഴുതിയില്ലേ? ആ ചരക്കാണ് ഈ നിൽക്കുന്ന ചരക്ക്. അപ്പൊ അതാണ് കാര്യം. എന്റെ തൂലികാ നാമം കേട്ട് പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചാൽ നീയൊക്കെ കൂടി എനിക്ക് കത്തെഴുതിയത്. സാരമില്ല, വന്നൊരു പെണ്ണായിരുന്നെങ്കിൽ നീയൊക്കെ എങ്ങനെ പെരുമാറുന്നുവോ ആ രീതിയിൽ എന്നോട് പെരുമാറിക്കോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന്. അല്ലെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഈസ് എ ബേസിക് ഫ്ലോർ ഓഫ് ദി ഫ്രണ്ട്ഷിപ്പ് എന്നാണല്ലോ രാഘവ മാഷ് പറഞ്ഞിരിക്കുന്നത്. രാഘവ മാസ്റ്ററാ? അതാര്? എന്റെ അച്ഛൻ, മൈ ഗ്രാൻഡ് ഫാദർ.